ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്താണ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആരോപണം എന്താണ്? അതായത് സോണിയാഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള അലക്സാണ്ട്രിയ എന്ന് പറയുന്ന ആൾക്ക് ഇറ്റലിയിൽ 2 കരകൗശല വസ്തുക്കൾ ആന്റീക്കുകൾ വിൽക്കുന്ന ഷോപ്പ് രാജ്യസഭാംഗമായിരുന്ന സുബ്രഹ്മണ്യം സ്വാമി എന്ന് പറയുന്ന ആൾ സോണിയാഗാന്ധിക്കെതിരെ ഓൺ റെക്കോർഡ് ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. ഇന്ത്യയിൽ നിന്ന് ധാരാളം ആന്റീക്കുകളും പുരാവസ്തു മൂല്യമുള്ള സംഗതികളും എയർപോർട്ടിലൂടെ കടത്തുകയും ഇറ്റലിയിൽ എത്തുകയും തന്റെ സഹോദരിയുടെ സ്ഥാപനത്തിലൂടെ അത് വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണം പബ്ലിക് റെക്കോർഡിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ വസന്ത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായി. സോണിയാഗാന്ധിയെ വിമർശിച്ചത് ശരിയായിട്ടില്ല എന്നുള്ള തരത്തിൽ പറയുകയുണ്ടായി. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു? ആ ചോദ്യത്തിന് ഇതുവരെയായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. എന്തിനീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുള്ള സമയത്ത് ഈ അടൂർ പ്രകാശനെ പോലെ ആന്റണിയെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇയാളെ അനുഗമിച്ചു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കാം, ഹിമന്ത് ബിശ്വാസ് ശർമ്മ എന്ന് പറയുന്ന അസാമിന്റെ മുഖ്യമന്ത്രിയുണ്ട്, ബിജെപിയുടെ നേതാവാണ് ഇപ്പോൾ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം ആഴ്ചകളോളം ഡൽഹിയിൽ പോയി കാത്തു നിന്നിട്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ ഒന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് DICK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് ചർച്ച നടത്താൻ ഇതേ സോണിയാഗാന്ധിയെ പോയി കണ്ടിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുകയും അപ്പോയിന്റ്മെന്റ് കിട്ടാണ്ട് മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള YSR റെഡ്ഡിക്ക് സമാനമായിട്ടുള്ള അനുഭവമുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സിന് പോലും കിട്ടാതിരുന്നിരുന്നൊരു അപ്പോയിന്റ്മെന്റ് ഈ പറയുന്ന ശബരിമലയിൽ തന്ത്രി അല്ലാത്ത, അവിടുത്തെ മേൽശാന്തി അല്ലാത്ത, അവിടുത്തെ കീഴ്ശാന്തി അല്ലാത്ത, അവിടുത്തെ കീഴ്ശാന്തിയുടെ അസിസ്റ്റന്റുമാരിൽ ഒരാൾ മാത്രമായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെ കിട്ടി? കയ്യിന്ന് പോയടാ ചാർലി. എങ്ങനെയാണ് അയാൾക്ക് ഇത്രയും വലിയ ഹൈ പ്രൊഫൈൽ കോണ്ടാക്ട്സ് ഉണ്ടായത്? അയാളുടെ കൂടെ സോണിയാഗാന്ധിയെ കണ്ട് അനുഗമിക്കാൻ വേണ്ടി MP-മാരും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും എങ്ങനെ പോയി എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അതേപോലെ തന്നെ വലിയ ഡിഫൻസിലാണ് CPM ഉള്ളത്. CPM-ന്റെ മന്ത്രിയായിട്ടുള്ള ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അയാളെ അങ്ങോട്ട് വീട്ടിൽ പോയിട്ടാണ് കണ്ടിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. 2 കൂട്ടരും ഡിഫൻസീവായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ചർച്ച വേണ്ട, ഇനി ബഹളം മതി എന്നൊരു സമീപനം ഇവർ സ്വീകരിച്ചതിന്റെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്പരം പാരഡി പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ഈ ചർച്ചയെ വഴിതിരിച്ചു വിടാമെന്ന് പറയുന്ന ഹീനമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നമ്മൾ ഇന്ന് നിയമസഭയിൽ കണ്ടത്. അതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യ ആകെ വലിയ അഭിമാനത്തോടു കൂടി കാണുന്നതാണ്. അവിടുത്തെ ഒരു വൈദിക ശ്രേണിയിൽ പെടുന്ന ഒരാൾ എന്ന കണക്കിന് അയാൾ ഭാവിക്കുകയും അയാൾ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ സ്വാഭാവികമായി ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു പക്ഷേ സോണിയാഗാന്ധി അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവാം. ഇപ്പൊ ഇവര് പറഞ്ഞു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. സോണിയാഗാന്ധി സ്വാഭാവികമായും ശബരിമലയിലെ ഒരു പോറ്റി അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നു. എന്തിന്? അല്ല, അവർക്ക് അദ്ദേഹത്തിന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത മുഖത്തേക്ക് നോക്കണ്ട. സോണിയാഗാന്ധി അന്ന് UP-യുടെ ചെയർപേഴ്സൺ ആണ്. അവരെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. ഇനി ഞാൻ പറയുന്നത് ആയതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണവും നടത്തണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാധുവിനോട്. അന്വേഷണം പറഞ്ഞിട്ടില്ല. കണ്ടു എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. എന്തിനു കണ്ടു എന്നാണ് ചോദിക്കുന്നത്. പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് എന്താടാ? അല്ല, ഞാൻ പറഞ്ഞല്ലോ അതൊരു കാഷ്വൽ മീറ്റിംഗ് മാത്രമാണ് എന്നതാണ് ഞങ്ങളുടെ ടേക്ക്. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം. ഞങ്ങൾക്ക് ഇതല്ലേ ഞങ്ങൾക്ക്. അതായത് V ശിവൻകുട്ടി പറഞ്ഞ പോലെ അന്വേഷണത്തിന്റെ പരിധിയിൽ സോണിയാഗാന്ധി വന്നോട്ടെ. വരണമെങ്കിൽ വന്നോട്ടെ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ടേക്ക് ഇറ്റ് വാസ് എ കാഷ്വൽ മീറ്റിംഗ്. ഒരിക്കലല്ലോ. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ ഇല്ല. ഇവിടെ ഒരു അന്വേഷണ ഏജൻസിയുടെയും പരിധിയിലേക്ക് സോണിയാഗാന്ധി വന്നിട്ടില്ല. വളരെ ഡയറക്റ്റ് ആയ ചോദ്യമാണ്, എന്തിനു കണ്ടു? കാഷ്വൽ മീറ്റിംഗിന് എന്ത് കണ്ടു? അങ്ങനെ ഇരുന്നപ്പോ സോണിയാഗാന്ധിയെ കാണാനൊരു മോഹം ഉണ്ടായിട്ട് പോയി കണ്ടോ? അല്ല, ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അന്വേഷണത്തിന്റെ റഡാറിൽപ്പെട്ട ആളാണ് കടകംപള്ളി. എന്നാൽ സോണിയാഗാന്ധി അങ്ങനെയല്ല. ഇവനെ സൂക്ഷിക്കണം.
ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ആ റഡാറിലേക്ക് വരാം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേന്ദ്ര ഏജൻസികൾക്ക് ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ അറ്റം കിട്ടിയാൽ പിടിച്ച് ചോദ്യം ചെയ്യാൻ കാത്തിരിക്കുന്ന സോണിയാഗാന്ധിയെ ഈ വിഷയത്തിൽ ഒരു കേസ്, ഒരു സെപ്പറേറ്റ് എഫ്ഐആർ എടുക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. അപ്പോൾ എന്നിട്ടും അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഇതിൽ തൂണിന്റെയോ തുരുമ്പിന്റെയോ ഒരു ആരോപണത്തിനപ്പുറത്ത് തൂണിന്റെയോ തുരുമ്പിന്റെയോ യാതൊരുവിധ പിന്തുണയും ഈ ആരോപണത്തിനില്ല. നീയാണല്ലോ കോടതി. BJP പ്രതിനിധിക്ക് ഉത്തരം പറയണം. അദ്ദേഹം നേരത്തെ ഹിമന്ത് വിശ്വ ശർമ്മയുടെ കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞത് എന്താണ്, സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെയാണ് ഹിമന്ത് വിശ്വ ശർമ്മ BJP ചേർന്നത്. അങ്ങനെയല്ല കേട്ടോ. ഒന്ന്, ശാരദ ചിറ്റ് ഫണ്ട്, ലൂയിസ് ബർജർ ബ്രൈവറി കേസ്, ED 4 കേസ് എടുത്തു. അയാൾ BJP ചേർന്നു, 4 കേസും കൗഷ് ചെയ്തു. അങ്ങനെയാണ് അയാൾ BJP ചേർന്നത്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇതേ കാര്യത്തിന് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ എനിക്ക് ശ്രീ വസന്തിനോട് പറയാനുണ്ട്. വസന്ത് പറയുന്നത് എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് കേട്ടോ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്നുണേ പറയൂ. കാരണം ഇന്ന് നിയമസഭയിൽ സോണിയാഗാന്ധിയുടെ പേര് അനാവശ്യമായിട്ട് വലിച്ചഴക്കുന്നു. സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ വലിയ ഘോരമായിട്ടുള്ള അപരാധമായിട്ട് അതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. എന്നാൽ ചർച്ചയിലുള്ള വസന്ത് പറയുന്നത് സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം നടത്തുന്നതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. അതല്ല ഉദ്ദേശം. നാളെ തൊട്ട് സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം നടത്താം, അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്താം, അവരെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. ഈ കാര്യത്തിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു എതിർപ്പില്ലാത്തതാണ്. അപ്പൊ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിലും കൂടി കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ. കോൺഗ്രസിന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഞങ്ങളുടെ നേതാവിന് ഈ ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാൾ ഇന്ന കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവരെ വന്ന് കണ്ടിട്ടുള്ളത്, അതിനപ്പുറത്തേക്കൊരു ട്രാൻസാക്ഷൻ അവർ തമ്മിൽ ഇല്ലെന്ന് കൺക്ലൂസീവായി പറയാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ അവരുടെ വക്താക്കൾക്കോ സാധിക്കുന്നില്ല. എന്റെ തൊപ്പി പോയി ഉറപ്പായി. അല്ല പിന്നെ ഈ പറയുന്ന പോലെ ശബരിമലയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് സോണിയാഗാന്ധിയെ നേരിട്ട് പോയി കാണാനൊന്നും സാധിക്കില്ല. ശബരിമല ക്ഷേത്രത്തെ പറ്റി അറിയുന്ന ആൾക്കാരൊന്നും ഇത് വിശ്വസിക്കില്ല. കാരണം ശബരിമലയിൽ എത്ര പൂജാരിമാരുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഏതാണ്ട് 100ഓളം ആളുകൾ. ഇതിൽ ഏതൊരാൾക്കും നാളെ സോണിയാഗാന്ധിയെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ഭരണഘടനാ സമിതികൾക്കും മേലെ മറ്റൊരു ഭരണഘടനാ സമിതി ഉണ്ടാക്കിയിട്ട് അതിന്റെ ചെയർമാനായി ഇരുന്നിരുന്ന ഒരാളെ ശബരിമലയിലെ കേവലം ഒരു കീഴ്ശാന്തിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്ക് കാഷ്വൽ പർപ്പസിന് പോയി കാണാൻ പറ്റുമെന്ന് പറയുന്നത് അപാരമായിട്ടുള്ള നിഷേധമാണ്. കേൾക്കുന്ന ആളുകളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണത് എന്നത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്താണ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആരോപണം എന്താണ്? അതായത് സോണിയാഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള അലക്സാൻഡ്രിയ എന്ന് പറയുന്ന ആൾക്ക് ഇറ്റലിയിൽ 2 കരകൗശല വസ്തുക്കൾ, ആന്റീക്കുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? ആ ഷോപ്പുകളിൽ ഒന്ന് റിവോൾട്ടയിലുള്ള എത്നിക്ക എന്ന പേരുള്ള ഒരു ഷോപ്പാണ്. രണ്ടാമത്തത് ഒർബസാനുവിലുള്ള ഗണപതി എന്ന പേരുള്ള ഷോപ്പാണ്, ആന്റിക് ഷോപ്പാണ്. ഈ ഗണപതി എന്ന് പറയുന്ന ഷോപ്പ് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യൻ ഐറ്റംസ് വിൽക്കുന്നതാണ്. എല്ലാരും കേട്ടല്ലോ, ഈ നിൽക്കുന്ന ഹരി എങ്ങനെ ഇന്ത്യയിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പുരാവസ്തു മൂല്യമുള്ള ആന്റിക് ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണുള്ളത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. മുന്നേ രാജ്യസഭാംഗമായിരുന്ന സുബ്രഹ്മണ്യം സ്വാമി എന്ന് പറയുന്ന ആൾ സോണിയാഗാന്ധിക്കെതിരെ ഓൺ റെക്കോർഡ് ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിരിക്കുന്ന സമയത്തും UPA ചെയർമാൻ ആയിരിക്കുന്ന സമയത്തും തൻ്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആന്റീക്കുകളും പുരാവസ്തു മൂല്യമുള്ള സംഗതികളും എയർപോർട്ടിലൂടെ കടത്തുകയും ഇറ്റലിയിൽ എത്തുകയും തൻ്റെ സഹോദരിയുടെ സ്ഥാപനത്തിലൂടെ അത് വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണം പബ്ലിക് റെക്കോർഡിൽ നിൽക്കുന്ന സമയത്ത് സോണിയാഗാന്ധിയെ ഇത്തരത്തിലൊരാൾ, അത് കേവലം ഡൽഹിയിൽ പോയ സമയത്ത് ഒന്ന് ഓടിപ്പോയി കയറിയതല്ല, കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ സഹായത്തോടു കൂടി അവരുടെ സാന്നിധ്യത്തിൽ പോയി കാണുകയും അവരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുകയും എക്സ് കാറ്റഗറി സുരക്ഷയുള്ള ഒരാളുടെ ഇത്രയും അടുത്ത് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരണമെങ്കിൽ അയാൾക്ക് എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടായിരുന്നതെന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അത് അന്വേഷിച്ച് കണ്ടെത്തിക്കോട്ടെ എന്ന് പറയാൻ കോൺഗ്രസിന്റെ ആവശ്യമില്ല, അത് പൊതുസമൂഹത്തിന്റെ മുഴുവൻ ആവശ്യമാണ് അത് അന്വേഷിക്കണം എന്നുള്ളത്. നിങ്ങൾ അതിന്റെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. എന്താണ് കണ്ടതെന്ന് വിശദീകരിക്കലാണ് നിങ്ങളുടെ പണി. അത് നിങ്ങൾക്ക് ഇതുവരെയും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ നേതാക്കളെല്ലാം ആ ചോദ്യത്തെ ഇവേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങളെ കൂടുതൽ സംശയത്തിന്റെ മണയിലാക്കുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. എന്റെ കയ്യിൽ കിട്ടിയ വെട്ടിക്കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും. കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി.